ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സേവ് ദ ഡേറ്റ് പ്രിപ്പറേഷൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡീറ്റ് ആൻഡ് ഫേഷ്യൽ ചെയ്യാൻ പോയിട്ടുള്ള അവസ്ഥയാണ്. സെക്കൻഡ് റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് നല്ല നീറ്റലുണ്ട്. അങ്ങനെ സേവ് ദ ഡേറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് എറണാകുളത്ത് വെച്ചായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്. അപ്പം ഇവരിവിടെ നിന്ന് എറണാകുളത്തോട്ട് വരികയാണ് ചെയ്തത്. ഞാൻ കൊരട്ടിയിൽ നിന്ന് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെൻ്റെ 2 ബ്രദേഴ്സാണ്. ഒന്ന് കസിനും ഒന്ന് എൻ്റെ സ്വന്തം ബ്രദറുമാണ്. പിന്നെ അവർ 3 പേരും കൂടെ ആയിരുന്നു അന്ന് സേവ് ദ ഡേറ്റിന് വന്നിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവരെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊരട്ടിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. Come on. Hello guys. എന്തത് വെളുത്ത് പാറിയണു. ബാക്കിൽ ഇഷ്ടം പോലെ സാറാ. പൊന്നു കൊണ്ട് ബാക്കിൽ വെച്ച് ഹായ് പൊന്നൂസ്. വെളുത്തിട്ട് പാറിയണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് സാരി ഡ്രേപ്പ് ചെയ്യാനുണ്ടായിരുന്നു, ഹെയർ ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പം കൊരട്ടി തന്നെയുള്ള തനൂക്കിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ അപ്പോയിൻമെൻറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ടൈം അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ സാരി ഡ്രേപ്പ് ചെയ്യാനും ഹെയർ സെറ്റ് ചെയ്യാനൊക്കെ പോയി. അപ്പോൾ ഇവരവിടെ ഇരുന്ന് ഫുൾ വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു പരിപാടി. അങ്ങനെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ പോസ്റ്റായിരുന്നു കാര്യങ്ങളവിടെ. അവിടെ സമയം പോകാൻ കുറച്ച് ഗെയിമിങ് ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ അത്യാവശ്യം ബോറടിക്കാതെ അവിടെ നിന്നിരുന്നു കേട്ടോ. കാരണം ഒരു 1.5 മണിക്കൂർ എൻ്റെ പരിപാടികളായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഇവിടെ ഇവർ ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഞാൻ അറിയുന്നത് കേട്ടോ. തനൂക്കെന്ന് വെച്ചാൽ എന്ത് ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അവരെന്നിട്ട് പറയായിരുന്നു എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫോട്ടോസാണ് കിട്ടുന്നത് മൊത്തം. പൊളി മച്ചാനെ, പൊളി പൊളി. എന്ത് ലുലുവില് കയറണം നടക്കില്ല. 3 മണിക്ക് തന്നെ എത്തണം എന്ന് പറഞ്ഞു. എൻ്റെ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. സാരി ഡ്രേപ്പ് ചെയ്താണെങ്കിലും നടക്കാനൊക്കെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അവൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെ കാണുന്നത്. അവൻ പൊതുവെ എന്ത് കൂറയാണെന്നാണ് എപ്പോഴും പറയാറ്. പക്ഷേ ആദ്യമായിട്ട് അവൻ എക്സ്പ്രഷൻ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ തന്നോക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പുളിമുട്ടായി ഉണ്ട്, അവരിങ്ങനെ വെച്ചിട്ടുണ്ടാവും ഫ്രണ്ടിൽ. അതെടുക്കൽ പിന്നെ മസ്റ്റാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പേയ്മെൻറ്റൊക്കെ ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം ലേറ്റായിരുന്നു. എൻ്റെ ഒരു സാരി ഡ്രേപ്പും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് പിന്നെ നേരെ എറണാകുളത്തോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹെയർ ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ നല്ല കൂട്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വെസ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ പിന്നെ പോയത്. ലുലുവിലെ വെസ്റ്റ് സൈഡിലാണ് പോയത് എറണാകുളം. കാരണം വീട്ടിൻ്റെ റൂമിലോട്ടുള്ള എല്ലാ സാധനവും ഇന്നത്തോടു കൂടെ വാങ്ങി തീർക്കണം എന്നുണ്ടായിരുന്നു. കാരണം പിന്നെ അതിന് ഇനി നമുക്ക് ടൈം കിട്ടില്ല. ആകെ ഇനി ഒരു 1 വീക്കും കൂടെ ഉള്ളൂ വെഡ്ഡിങ്ങിന്. അപ്പം എല്ലാ ഷോപ്പിങ്ങും തീർത്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് ബെഡ്ഷീറ്റും കാര്യമൊക്കെ എടുത്തു കേട്ടോ. ഇതെടുക്കട്ടെ, ഈ കളർ പോലെ ഒരു ബെഡ്ഷീറ്റ് മതിയോ? സെറ്റ് ചെയ്തു. ഞാൻ സഞ്ചി
വെസ്റ്റ് സൈഡിൽ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് റേറ്റും കാര്യമൊക്കെ നോക്കി എന്നല്ലാതെ അത് ഞാൻ എടുത്തില്ല കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ആ ഒരു താഴത്തെ പോർഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ സാരിയൊക്കെ ഉടുത്ത് വന്ന് നല്ല ചമ്മലുണ്ടായിരുന്നു. എല്ലാവരും ആണെങ്കിൽ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഫാസ്റ്റായിട്ട് വാങ്ങിച്ച് എല്ലാം നമ്മൾ ബില്ല് ചെയ്ത് അവിടെ വെച്ച് ഈവനിങ് തിരിച്ചു വരുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് പിന്നെ സേവ് ദ ഡേറ്റിന് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോണ വഴിക്ക് അരിപ്പല്ല അപ്പുറത്തെ സൈഡല്ലേ വിശക്കൊന്നും പാൽ പൊറാട്ട ചിക്കൻ. ഇതിൽ ഏതൊക്കെ ഉണ്ടാവണ്ടേ? മലക്കി കറി. പാൽ പൊറാട്ട വാങ്ങിയാലോ നമുക്ക്? സിലോൺ ബേക്ക് ഹൗസ്. ആ ചിക്കൻ ബിരിയാണി, അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി എത്തി കേട്ടോ. ഒരുവിധം ടച്ചപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇങ്ങനെ നടന്ന് ചിരിച്ച് ഒക്കെ നടന്നോളാൻ പറഞ്ഞത് അവരുടെ അടുത്ത്. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ അതിനനുസരിച്ച് ചെയ്തു. പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ കറക്റ്റ് പോസ് ചെയ്ത കൈൻഡ് ഓഫ് ഫോട്ടോസ് വേണ്ട, കുറച്ചൊരു വിൻറ്റേജ് കൈൻഡ് ഓഫ് സാധനം വേണം. ഞാൻ അങ്ങനെ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് റെഫറൻസൊക്കെ കുറേ ആയിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈപ്പ് മതി എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തീമിൽ തന്നെയാണ് കേട്ടോ അവർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഹണികോംബ് എന്ന് പറഞ്ഞിട്ട ടീമായിരുന്നു നമുക്ക് ചെയ്ത് തന്നിരുന്നത്. ഇപ്പോൾ ഫോട്ടോച്ചിയിലാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് ഇട്ടുള്ള ഷൂട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഭയങ്കര ഫ്രീ ആയിരുന്നു, ഭയങ്കര നാച്ചുറലായിട്ട് ചിരിച്ച് അഭിനയിച്ച് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓവറായിട്ട് അഭിനയിച്ച് തകർക്കാനുള്ളതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല ഫ്രീ ആയിരുന്നു. പിന്നെ അവർ 3 പേരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മടി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാൻ. എനിക്ക് യൂഷ്വലി കുറച്ച് ഫോട്ടോ ഫേസ് ഇല്ല, ഫോട്ടോയിൽ ഭംഗിയില്ല എന്നുള്ളൊരു തോന്നലുള്ള ആളാണ് ഞാൻ. പക്ഷേ എനിക്കെന്തോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ഥലമാണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ചായയുടെ ഗ്ലാസ് പിടിച്ച് ഫോട്ടോ എടുക്കാനുള്ളൊരു കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അതിൻ്റെ ഉള്ളിലേക്ക് 2 പേരോടും ഇങ്ങനെ കയറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോയുടെ ഫസ്റ്റ് സെക്ഷൻ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയും ജൂത്ത് സ്ട്രീറ്റുമായിട്ട് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ലൊക്കേഷൻ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു വൈപ്പിൻ ബീച്ച് ആയിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു. ഇവിടെ കഷ്ടപ്പെടുമ്പോ മുടിയൊക്കെ ചീക്കൊണ്ട്
എൻ്റെ ഒരുപാട് ദിവസത്തെ റിസർച്ചും ആഗ്രഹമാണ് കേട്ടോ ഈ കാണുന്ന സെറ്റപ്പൊക്കെ. ഓരോ സാധനവും നമ്മൾ പോയി പർച്ചേസ് ചെയ്ത് വാങ്ങി കളക്ട് ചെയ്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ടച്ച് ചെയ്യണ്ട, മുട്ടാതെ നേരെ ഓക്കെ. അടുത്തേക്ക് ഇങ്ങനെ ഒന്ന് നേരെ നിൽക്കാം, ഫേസ് ടു ഫേസ്. പറ്റുമെങ്കിൽ പിടിക്കാൻ പറ്റണം. ഒന്ന് എഴുന്നേറ്റേക്കോ. ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആഫ്റ്റർ ഫോട്ടോഷൂട്ട് ഞങ്ങൾ നൈറ്റ് ബ്രോഡ്വേയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നല്ല രസമായിരിക്കും, ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഫുൾ ക്രിസ്മസ് ഐറ്റംസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് പോകുന്നത് CK മാത്യൂസ് ആൻഡ് സൺസിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ കുറേ സെറാമിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കുറച്ച് വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കണ്ടുപിടിച്ച് അതിൻ്റെ ഫ്രണ്ടിലെത്തി. അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു റൂമിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുഞ്ഞ് പിങ്ക് ഹൗസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ എബ്രോഡുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് പിങ്ക് തീമിലാണ് അവർ കംപ്ലീറ്റ് ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. യൂഷ്വൽ തീമിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരങ്ങനെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലു മോളിലേക്ക് പോയി. കാരണം ബെസ്സൈഡിൽ നമ്മൾ ഓൾറെഡി ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പം വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഹോം ഡെക്കോർ ഐറ്റംസ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഐസ് ക്യാൻഡി പിന്നെ എവിടെ പോയാലും വേണ്ടതുകൊണ്ട് അതും കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. പിന്നെ നേരെ ഇനി വീട്ടിലോട്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഏകദേശം എത്തിയപ്പോൾ തന്നെ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ടൈം.